السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. വിൽക്കുന്ന ആള് വാങ്ങിക്കുന്ന ആളോട് അത് ഒഴിവാവാൻ പറയരുത്. ഒരു താൽക്കാലിക അല്ലെങ്കിൽ കണ്ടീഷണൽ കച്ചവടമാണെങ്കിൽ, അതായത് ഇത്ര ദിവസം വരെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കച്ചവടമാണെങ്കിൽ പിന്നീട് അതിന് വില പേശാനും പാടില്ല. വിലയൊക്കെ ഓൾറെഡി സമ്മതിച്ചതാണെങ്കിൽ വേറൊരാൾക്ക് അത് മറച്ചു വെക്കാനും പാടില്ല. അവൻ്റെ സ്വന്തം സ്വത്ത് അല്ലെങ്കിൽ കച്ചവടച്ചരക്ക് വിൽക്കുന്നത് പോലെ ഇത് വേറൊരാളുടെ ആയി കഴിഞ്ഞു, ഇനി വിൽക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ അനുവാദത്തോടുകൂടി അയാളുടെ സാധനമാണ് എന്നുള്ള രീതിയിൽ വിൽക്കാം, സ്വന്തം സാധനമാണ് എന്നുള്ള രീതിയിൽ വിൽക്കാൻ പാടില്ല. അതുപോലെ വാങ്ങിക്കുന്ന ആൾ വിൽക്കുന്ന ആളോടും ആ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കരുത്, കച്ചവടം ഒഴിവാകാൻ വേണ്ടി നിർബന്ധിക്കരുത്. കാരണം വേറൊരാളത് വാങ്ങിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടും ചെയ്യാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളിലും അനുവാദം, അങ്ങോട്ടും ഇങ്ങോട്ടും അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരുടെയും അനുവാദത്തോടെയോ അല്ലെങ്കിൽ താല്പര്യത്തോടെയോ ആണെങ്കിൽ ചെയ്യാവുന്നതാണ്. ലാ യബീഉ അലാ ബൈഇ അഖീഹി വലാ യസൂമു അലാ സൗമി അഖീഹി ഹത്താ യഅ്ദന ലഹു ഔ യത്രുക്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആരെയും നിർബന്ധിക്കരുത് വിറ്റ സാധനം തിരിച്ച് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട്. ഇത് സമയബന്ധിതമായ കച്ചവടമാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തിരിച്ച് മേടിച്ചിട്ട് വേറൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യബീഉ ബഅദുകും അലാ ബൈഇ അഖീഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു, പട്ടണവാസിയായ ഒരു കച്ചവടക്കാരന് വിൽക്കാൻ പാടില്ല മരുഭൂമിവാസിയായ ഒരാളുടെ പകരമായിട്ട്. അതുപോലെ നജ്ഷ് എന്ന് പറഞ്ഞാൽ അത് വിരോധിച്ചിരിക്കുന്നു. നജ്ഷ് എന്ന് പറഞ്ഞാൽ രണ്ടു പേർ വാങ്ങിക്കാൻ നിൽക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് എങ്ങും ഇല്ലാത്തൊരു വിലയങ്ങ് പറയുന്നു, എന്നിട്ട് വാങ്ങിക്കുകയില്ല, പക്ഷെ മറ്റുള്ളവർ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. അതുപോലെ വാങ്ങിച്ച സാധനം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആരും നിർബന്ധിക്കാൻ പാടില്ല. അതുപോലെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആവശ്യപ്പെടാൻ പാടില്ല, അതായത് എനിക്ക് കെട്ടിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞ് അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വേറൊരാൾക്ക് ചോദിക്കാൻ പാടില്ല. അതുപോലെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ വിവാഹമോചിതയാക്കാൻ ശ്രമിക്കാൻ പാടില്ല ആ സ്ഥലത്ത് പോയി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാളുടെ ഭാര്യയെ ഒഴിവാക്കി വേറൊരു പെണ്ണ് കല്യാണം കഴിക്കുന്നത്, ഇപ്പോൾ നടപ്പുള്ള സ്നേഹവും പ്രേമവും കുത്തിത്തിരിപ്പുണ്ടാക്കലും ഒക്കെ അതും ഹറാമാണ്, വിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, നജ്ഷ് എന്ന് പറയുന്നത് ഒരു വലിയ വില പറയുന്ന പരിപാടിയാവുന്നു. വാങ്ങിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല, പക്ഷേ പറ്റിക്കുക, അത് ശരിക്കും വാങ്ങിക്കാനിരിക്കുന്ന ആളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഉള്ള കണ്ടീഷനുകളിൽ ആളുകൾ മറ്റേ ആളോട് വില കൂട്ടി പറയുകയും ചെയ്താൽ അവർ തമ്മിൽ എന്തെങ്കിലും ഇടപാടൊക്കെ ആയിട്ട് പറഞ്ഞു വെച്ചാൽ വിറ്റയാളും വാങ്ങിച്ചയാളും പാപികളാണ്. വിൽക്കുന്ന ആൾ തെറ്റായ രീതിയിൽ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നുണ പറഞ്ഞേക്കാം വാങ്ങിക്കുന്ന ആളോട്, ഞാൻ ഈ സാധനം ഇന്ന വിലയ്ക്ക് മേടിച്ചതെന്ന്, വില കൂട്ടി പറയുന്നത് 100 രൂപയുടെ സാധനത്തിന് 1000 രൂപയ്ക്ക് മേടിച്ചതെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നത്, ഇതൊക്കെ നിരോധിച്ചിരിക്കുന്നു. വഖാല ഇബ്നു അബി ഔഫ അൻ നാജിഷു ആക്കിലു റിബൻ ഖായിനുൻ വഹുവ ഖിദാഉൻ ബാത്തിലുൻ ലാ യഹില്ലു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖദിയതു. عن أبي هريرة رضي الله عنه قال نهى رسول الله صلى الله عليه وسلم أن يبيع حاضر لباد ولا تناجشوا ولا يبيع الرجل على بيع أخيه ولا يخطب على خطبة أخيه ولا تسأل المرأة طلاق أختها لتكفأ ما في إنائها. ലേലം വിളിച്ച് വെക്കുന്നത് ബൈയിൽ മുസായദത്തി. അത്താഴ് പറയുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ യുദ്ധമുതലുകളൊക്കെ അവരുടെ വീതത്തിൽ കിട്ടിയതൊക്കെ ലേലം വിളിച്ച് വിൽക്കുന്നത്, അതിൽ തെറ്റൊന്നും ഇല്ല. വഖാലാതാവുൻ അദ്റക്തുന്നാസ ലാ യറൗന ബഅസിൻ ബിബൈൽ മഗാനിമി ഫീമൻ യസീദു. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു അടിമയെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു ആളുടെ മരണശേഷം. പക്ഷെ പിന്നീട് ആൾക്ക് പൈസയ്ക്ക് ഭയങ്കര അത്യാവശ്യം വന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടിമയെ വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, ആരാണ് ഈ അടിമയെ എന്നിൽ നിന്നും മേടിക്കുക? നുഐം ഇബ്നു അബ്ദുള്ള അതിനെ വാങ്ങിച്ചു, ആ അടിമയെ വാങ്ങിച്ചു.
ഒരു പ്രത്യേക വിലയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന് അടിമയെ കൊടുത്തു. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ അന്ന റജുലൻ അതഖ ഉലാമൻ ലഹു അൻ ദുബുരിൻ ഫഹ്താജ ഫഅഖദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല മൻ യശ്തരീഹി മിന്നി ഫശ്തറാഹു നുഐം ബിൻ അബ്ദുല്ലാഹ് ബി കദാ വകദാ ഫദഫഅഹു ഇലൈഹി. അൻ നജ്ഷ്, ആരെങ്കിലും പറഞ്ഞാൽ നജ്ഷ് അതായത് നിലവിലൊന്നും ഇല്ലാത്ത വില പറഞ്ഞ് മറ്റുള്ളവർ വാങ്ങിക്കാത്ത രീതിയിൽ കച്ചവടം ചെയ്യുന്നത് അത് തെറ്റാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അൻ നജ്ഷി വമൻകാല ലാ യജൂസു ദാലിക്കൽ ബൈഉ. ഇബ്നു അബി ഔഫ വിശദീകരിക്കുന്നു, നജ്ഷ് ആരെങ്കിലും ചെയ്താൽ അത് പലിശ തിന്നുന്നതിന് തുല്യമാകുന്നു, അല്ലെങ്കിൽ അതേ രീതിയിലാണ് അതിനെ കണക്കാക്കുക. അത് ഒരു ചീത്ത പരിപാടിയാണ്, അതിനെ നിരോധിച്ചിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കള്ളത്തരം അല്ലെങ്കിൽ ഒളിച്ചു വെച്ച് നടത്തുന്ന അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടെ നടത്തുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നരകത്തിൽ ആയിരിക്കും അവസാനിക്കുക. ആരെങ്കിലും ഞാൻ ഉത്തരവിടാത്ത കാര്യങ്ങൾ ചെയ്യുകയോ അതല്ലെങ്കിൽ ഇസ്ലാമിക ഏകദൈവ വിശ്വാസത്തിന് ചേരാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്താൽ ആ പ്രവൃത്തികളെ അവനിൽ നിന്നും സ്വീകരിക്കുകയില്ല. ഇത് വീണ്ടും ആവർത്തിക്കുന്നു 2697 ഹദീസിൽ. വഖാല ഇബ്നു അബി ഔഫ അന്നാജിഷു ആകിലു റിബൻ ഖായിനുൻ വഹുവ ഖിദാഉൻ ബാതിലുൻ ലാ യഹില്ലു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖദിയതു ഫിന്നാരി വമൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ഷ് നിരോധിച്ചിരിക്കുന്നു. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല നഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നജ്ഷി. അടുത്ത് അൽ ഖറാർ, അതായത് അവിടെ പ്രത്യക്ഷമല്ലാത്തൊരു സാധനം വിൽക്കുന്നതിനെയാണ് പറയുന്നത്. ആ സാധനം അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ പറയുന്നത് എൻ്റെ വീട്ടിൽ 2 വാഴക്കൊലയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിൽക്കുകയാണെങ്കിൽ അത് ഹബലിൽ ഹബാല എന്ന ഒരു മൃഗത്തിൻ്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ പ്രസവിച്ചിട്ടില്ല, അടുത്ത മാസം പ്രസവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കച്ചവടം നടന്നാൽ ഈ 2 കാര്യങ്ങളെ പറ്റിയും ബൈഇൽ ഖറാരി വ ഹബലിൽ ഹബലത്തി. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു ഹബലിൽ ഹബാല എന്ന് പറയുന്ന കച്ചവടം, അതായത് ജനിക്കാത്ത മൃഗത്തിൻ്റെ കുഞ്ഞിനെ വിൽക്കുന്നത്. അത് ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പ്, അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തരം കച്ചവടം ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒട്ടകം നാളെ പ്രസവിക്കുമെന്നോ അല്ലെങ്കിൽ അടുത്ത മാസം പ്രസവിക്കും എന്ന് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ തന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ അന്ന് കാലത്ത് അവർ ചെയ്യാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ജനിക്കാത്ത പെണ്ണൊട്ടക കുഞ്ഞിനെയൊക്കെ കച്ചവടം ചെയ്യുമായിരുന്നു. ഒരു പെണ്ണ് ഒട്ടക കുഞ്ഞുണ്ടാവുമ്പോൾ അതിനെ തന്നേക്കാം എന്നുള്ള രീതിയിൽ ഉള്ള ഏതെങ്കിലും ഒട്ടകങ്ങളുടെ, ഗർഭിണിയായ ഒട്ടകങ്ങളുടെ കുഞ്ഞ് ഉണ്ടാകുന്നതിനെ പറ്റിയിട്ട്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ബൈഇ ഹബലിൽ ഹബലതി വകാന ബൈഅൻ യതബായഉഹു അഹ്ലുൽ ജാഹിലിയ്യതി കാന റജുലു യബ്താഉൽ ജസൂറ ഇലാ അൻ തുൻതജ നാഖതു സുമ്മ തുൻതജുല്ലതി ഫി ബത്നിഹാ. അൽ ലിമാസ് അല്ലെങ്കിൽ മുലാമസ കച്ചവടം, അതായത് തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ കാണാൻ വന്നിരിക്കുന്ന ആൾ ഒന്ന് തൊട്ട് നോക്കിയാൽ എടുത്തു നോക്കി എന്നതുകൊണ്ട്, നോക്കിയതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ സാധനം കണ്ടു അല്ലെങ്കിൽ സംസാരിച്ചു അതിന് കുഴപ്പമില്ല, പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ നിർബന്ധമായും മേടിക്കണം. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ്. ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു തരം കച്ചവടമാണ്. ഇപ്പോഴും ബോംബെയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളറിയാതെയൊക്കെ സാധനം തൊട്ട് നോക്കുമല്ലോ, വില പറഞ്ഞാൽ മേടിക്കണം എന്ന് നിർബന്ധമുണ്ട്, തൊട്ട് കഴിഞ്ഞാൽ മേടിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നതാണ്, നിരോധിച്ചിട്ടുള്ളതാണ്. ബൈഅൽ മുലാമസത്തി. അനസ് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുലാമസ എന്ന് പറയുന്ന കച്ചവടം വിരോധിച്ചിരിക്കുന്നു. ഖാല അനസുൻ നഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു മുനാബദ എന്ന് പറയുന്ന കച്ചവടം. അതായത് ഒരു തുണി വിറ്റുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് നാൾ മുമ്പുള്ള രംഗം ആലോചിക്കണം. ഇപ്പോൾ നമ്മളൊന്നും തുണി റോഡരികിൽ നിന്ന് മേടിക്കാറില്ല, ടെക്സ്റ്റൈൽസിൽ പോയിട്ടാണ് മേടിക്കാറ്. വലിയ തുണിക്കടകളിൽ 10 രൂപയുടെ തോർത്ത് മേടിക്കാൻ പോലും തുണിക്കടയിൽ, വലിയ തുണിക്കടയിലേ പോകുള്ളൂ, ചെറിയ കടയിൽ നമ്മൾ പോകാറില്ല. അന്ന് കാലത്ത് ഒരു ആൾ വരുന്നു, റോഡരികിലോ അല്ലെങ്കിൽ ചന്തയിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തുണി കൂട്ടിയിട്ടിരിക്കുന്നു, അവിടെ വന്ന് നോക്കി നമ്മൾ സാധനം എടുത്ത് മേടിക്കുന്നു. ഇത് കച്ചവടക്കാരൻ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഓരോന്നൊക്കെ എടുത്തിട്ട് കാണാൻ നിൽക്കുന്ന ആളുടെ മേത്തേക്ക് എറിയും. ആരുടെ മേത്താണ് വീണത് അയാളത് വാങ്ങിച്ചേ പറ്റുള്ളൂ. അവിടുത്തെ ഒരു കച്ചവട രീതിയായിരുന്നു, എറിഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചിരിക്കണം, അത് ഒഴിവ് പറയാൻ പറ്റില്ല. ആൾക്ക് പിന്നെ തൊട്ട് നോക്കാനോ അല്ലെങ്കിൽ അത്
തുണി കീറിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി കുറവുള്ളതാണോ ഇതൊന്നും നോക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതാണ് മുനാബദ. അതുപോലെ തന്നെ അദ്ദേഹം മുലാമസയും വിരോധിച്ചു. മുലാമസ എന്ന് പറയുന്നത് ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം തൊട്ടു നോക്കി എന്നതുകൊണ്ട് മാത്രം നീ തൊട്ടില്ല ഇനി മേടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയാണ് മുലാമസ എന്ന് പറയുന്നത്. ഇതും തൊട്ടു മുമ്പ് കണ്ട ഹദീസാണ്. ഇതും ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന 2 കച്ചവട രീതികളായിരുന്നു. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണം അൽ ഒറാർ എന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് പറയുന്നത് മീനെ വെക്കുന്നതാണ്. ഇപ്പം മീൻപിടുത്തക്കാർ പറയുകയാണ് ഞാൻ പോവുകയാണ്, പിടിച്ചുകൊണ്ട് വരും, വൈകുന്നേരം വരുമ്പോൾ മീൻ ഇത്ര രൂപ, അതല്ലെങ്കിൽ ഇന്ന മീൻ വിൽക്കും എന്ന് പറയുന്നു. അതല്ലെങ്കിൽ നാളത്തെ പിടിക്കാൻ പോകുന്ന മീനിനെ വിൽക്കുന്നതൊക്കെയാണ്. ഇതൊക്കെ ഇപ്പോഴും നടക്കാറുണ്ട് എന്നാണ് തോന്നുന്നത് പല സ്ഥലങ്ങളിലും. അഡ്വാൻസായിട്ട് കച്ചവടം അത് ശരിയല്ല എന്ന് പറയുന്നു. മുസ്ലിങ്ങൾ അതിൽ ഇടപെടുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അതുപോലെ പക്ഷിപിടുത്തക്കാരൻ പിടിച്ചിട്ടില്ലാത്ത പക്ഷിയെ വിൽക്കുന്നത്, നാളെ പിടിക്കും അല്ലെങ്കിൽ ഇന്നിനി പിടിക്കുന്ന പക്ഷി അഡ്വാൻസായിട്ട് കച്ചവടം ചെയ്യുന്നത്. മുലാമസ പല രീതിയിലുണ്ട്. ഒന്ന് വാങ്ങിക്കാൻ വരുന്ന ആൾ തുണിയെ തൊട്ടാൽ അത് കച്ചവടം പൂർണ്ണമായതായിട്ട് കണക്കാക്കും. അതിനെ പരിശോധിച്ച് നോക്കുമോ അത് ശരിക്കും ഒന്ന് കാണുമോ ചെയ്തില്ലെങ്കിൽ പോലും. ഇപ്പോൾ ഒരാൾ മടക്കി വെച്ചിരിക്കുന്ന ഒരു തുണിക്കഷ്ണമാണ്, അതിൽ കീറലുണ്ടോ, പല സ്ഥലങ്ങളിൽ നിറം മാറ്റം ഉണ്ടോ, ചില സ്ഥലങ്ങളിൽ തയ്യൽ അല്ലെങ്കിൽ തുണിയുടെ നൂലിന് കട്ടി കൂടുതൽ കുറവ് അങ്ങനെയുള്ള ഡാമേജുകളുണ്ടോ, ഇതൊന്നും നോക്കാൻ സമ്മതിക്കാതെ മടക്കി വച്ചിരിക്കുന്ന തുണിക്കഷ്ണം അതുപോലെ തന്നെ മേടിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഈ പറയുന്നത്. അതല്ലെങ്കിൽ ഇരുട്ടാണ്, രാത്രിയിലാണ്, തുണി ശരിക്കും കാണാൻ പറ്റുന്നില്ല, എന്തൊക്കെ കാണിച്ചാലും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല, അത്ര വെളിച്ചം ഇല്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ ഒരു വില പറഞ്ഞ് കച്ചവടം ഉടമസ്ഥൻ ഉറപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പറയുകയും ചെയ്യും തൊട്ട് നോക്കാനേ പാടുള്ളൂ, കാണാൻ പാടില്ല, നീ കണ്ടാൽ പിന്നെ നിനക്കത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും ഇല്ല, അത് തുറന്നു നോക്കിയാൽ പിന്നെ ക്യാൻസൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. പല രീതിയിൽ നമ്മളാ കണ്ട മുലാമസയുടെ പല വേരിയേഷനാണ്, വ്യത്യസ്ത രീതികൾ. അൻ അബാ സഈദ് റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ മുനാബദതി വഹിയ തർഹുർ റജുലി സൗബഹു ബിൽ ബൈഇ ഇലാ റജുലി ഖബ്ല അൻ യുഖല്ലിബഹു ഔ യൻളുറ ഇലൈഹി വനഹാ അനിൽ മുലാമസതി വൽ മുലാമസതു ലംസു സൗബി ലാ യൻളുറു ഇലൈഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ വിരോധിച്ചിരിക്കുന്നു. അതായത് ഒറ്റ തുണി എടുത്തിരിക്കുന്ന ആൾ കാല് മടക്കി വെച്ച് ഇരിക്കുന്നത്, മിക്കവാറും തറയിൽ കുന്തംകാലിൽ ഇരിക്കുക എന്ന് പറയുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇരുന്നിട്ട് നമ്മൾ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ കാല് മടക്കി കൈ കെട്ടി ഇരിക്കാറുണ്ട്. കാല് കെട്ടിയിരിക്കുന്നത് പള്ളിയിൽ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും ആയിരിക്കാം. ഏതായാലും ഒറ്റ തുണി എടുത്തിട്ട് കാല് മടക്കി വെച്ചിരിക്കുന്നത്, ചിലപ്പോൾ താഴെ അല്ലെങ്കിൽ സൈഡിൽ കൂടെയൊക്കെ പുറത്ത് കാണുമെന്നുകൊണ്ടായിരിക്കും, അല്ലാഹു ആലം. മറ്റത് ആ ഉടുത്തിരിക്കുന്ന തുണി ഒരാൾ അയാളുടെ തോളിന് മുകളിലേക്ക് ഉയർത്തുന്നത്, ചിലപ്പോൾ മുഖം തുറയ്ക്കാനോ അല്ലെങ്കിൽ കണ്ണ് തുറയ്ക്കാനോ മുഖം മറയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഏതായാലും തോളിന് മുകളിലേക്ക് ഒറ്റ തുണി എടുത്തിരിക്കുന്ന ആൾ അത് ഉയർത്തിയാൽ ഔറത്ത് വെളിവാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം, അല്ലാഹു ആലം. അതുപോലെ തന്നെ 2 കച്ചവട രീതികളും വിരോധിച്ചിരിക്കുന്നു, അല്ലിമാസും അന്നിബാദും. عن أبي هريرة رضي الله عنه قال نهي عن لبستين أن يحتبي الرجل في الثوب الواحد ثم يرفعه على منكبه وعن بيعتين اللماس والنباذ. മുനാബദ രീതിയിൽ കച്ചവടം ചെയ്യുന്നത്, ബയ്യൽ മുനാബദത്തി. അനസ് പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കച്ചവടം വിരോധിച്ചിരിക്കുന്നു. വഖാല അനസുൻ നഹാ അൻഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു മുലാമസയും മുനാബദയും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ മുലാമസതി വൽ മുനാബദതി. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്ന മുനാബദ എന്ന് പറയുന്നത് ഒരു ഊഹക്കച്ചവടം പോലെ ആകുന്നു, അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്ന പോലെയാണ്. അതുകൊണ്ട് 2 ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെൻറ്റിലെത്തുന്നു 2 സാധനങ്ങൾ മാറ്റുന്നതിന്. അപ്പോൾ കച്ചവടം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൊടുത്ത് വേറെ എന്തെങ്കിലും സാധനം മേടിക്കലാണ്. അന്ന് വലിയ നാണയ പരിപാടികളൊക്കെ കുറവാണ്, സ്വർണ്ണ നാണയം ആകെ കൂടിയുള്ളത്. ദീനാർ എന്ന് പറയുന്നത് അലി ദിർഹം എന്നൊക്കെ പറയുന്ന അന്നത്തെ ഒരു സ്വർണ്ണ നാണയമാണ്, വളരെ ചെറിയ. അപ്പോൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സാധനം അതിനൊരു വിലയുണ്ട് ആ നാട്ടിൽ, അതനുസരിച്ച് കണക്കാക്കിയിട്ട് കൊടുത്തിട്ട് മറ്റു സാധനം ആ നാട്ടിലെ വിലയനുസരിച്ച് വാങ്ങിക്കുന്നു. പക്ഷേ അത് കാണുകയോ പരിശോധിക്കുകയോ ചെയ്യാതെ അതിൽ മേടിച്ചാൽ, അതിനുദാഹരണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ തുണി അല്ലെങ്കിൽ തുണിക്കഷ്ണം നിനക്ക് നിൻ്റെ തുണിക്കഷ്ണവുമായി മാറ്റം
ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ തുണിയോ വാങ്ങിച്ച തുണിയോ കാണാതെ വാങ്ങിക്കുകയും ചെയ്യുന്നു മറ്റേ ആളിൽ നിന്ന്. അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ്, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നിൻ്റെ കയ്യിലുള്ളത് നീ എനിക്ക് തരിക. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ വിലയിലൊക്കെ വ്യത്യാസം വരാം. ഒരാളുടെ കയ്യിലുള്ളത് മറ്റേ കയ്യിലുള്ളത് ഒരേപോലെ ആവണം എന്നില്ല എപ്പോഴും. എന്നിട്ട് മറ്റേ കയ്യിലുള്ളത് എന്താണ് എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഊഹക്കച്ചവടത്തിൽ വരുന്നത്. നമ്മുടെ ഷെയർ മാർക്കറ്റൊക്കെ പോലെ വരുമായിരിക്കും. കാണാത്ത സാധനം മേടിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ ഷെയർ മാർക്കറ്റിലുള്ള പരിപാടി അതാണ്. നമ്മൾ കാണാത്ത സാധനങ്ങളാണ് മേടിക്കുന്നത്. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.